റിയൽമിയുടെ C67 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി C67 4G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റിയൽമി C67 4Gയിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അപ്പോൾ ഇതിൽ ഫുൾ HD റെസൊല്യൂഷനൊക്കെ വരുന്നതായിരിക്കും. LCD പാനലായിരിക്കും ഇതിൽ വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ഇട്ടായിരിക്കും. പിന്നെ മിനി ക്യാപ്സുകൾ എന്നുള്ള ഫീച്ചർ ഇതിൽ വന്നേക്കാം. അതായത് iPhone 15 സീരീസിലൊക്കെ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ ആയിരിക്കും ഈ ഫോണിലും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. ഫോണിൻ്റെ തിക്നെസ് വരിക 7.59 mm ആയിരിക്കും. IP54 റേറ്റിംഗും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തരക്കേടില്ലാത്ത ഒരു 4G പ്രോസസ്സറാണ്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഈ ഒരു റിയൽമി C67 ഒരു 5G വെർഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 6100+ എന്ന പ്രോസസ്സറൊക്കെ വരുന്നതായിരിക്കും. എന്നാൽ 4G വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറേ വരുള്ളൂ. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഫോണുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് എന്ന് പറയാം. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB റാമും 128GB ഇൻറ്റേർണലും വന്നേക്കാം. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇതിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 108 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 2 MP ഒരു സെൻസറും ഇതിൽ വന്നേക്കാം. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ വന്നേക്കാം. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നതായിരിക്കും. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വന്നേക്കാം. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ December 19 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലല്ല, ആ ഒരു ദിവസം ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം പിന്നീട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഇപ്പം പുറത്തു വന്നിട്ടില്ല. എന്നാൽ റിയൽമി C67 5G എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ന്, അതായത് December 14 ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 4G വെർഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പം ചിലപ്പം പിന്നീടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഈ ഫോൺ എത്തുക. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും റിയൽമി C67 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പം ഈ ഫോൺ ഒരു 12,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ.